ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി മമതാ പക്ഷത്തുള്ള തൃണമൂൽ കോൺഗ്രസ് എംപിമാർ കീർത്തി ആസാദ്, സാഗരിക ഘോഷ് എന്നിവരാണ് ഓം ബിർളയുടെ വസതിയിൽ എത്തിയത്. വിമതരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് അഭിഷേക് ബാനർജി എഴുതിയ കത്താണ് നൽകിയത്. വിമത എംപിമാർ നാളെ സ്പീക്കറെ കാണാനിരിക്കെയാണ് നീക്കം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, TMCയുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും മമതയുടെ ഭാഗത്തുനിന്നുമുള്ളൊരു അവസാന നീക്കം എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയുമോ? എന്താണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്? വിമത നീക്കം അത് ഏത് രീതിയിലാണ് നേരിടാൻ പോകുന്നത് മമത? വിമത നീക്കത്തിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം. നാളെ വിമതപക്ഷത്തുള്ള എംപിമാർ ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഓം ബിർളയെ കാണാൻ ഒരുങ്ങുന്നതിന് മുൻപെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മമതാ പക്ഷത്തുള്ള എംപിമാരുടെ തിരക്കുട്ടുള്ള നീക്കം വന്നിരിക്കുന്നത്. നേരിട്ട് ഓം ബിർളയുടെ വസതിയിലെത്തി കീർത്തി ആസാദ്, അതുപോലെ തന്നെ സാഗരിക ഘോഷ് എന്നുള്ള എംപിമാർ കണ്ടിരിക്കുന്നു. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഒരൊറ്റ പാർട്ടിയായി അംഗീകരിക്കണം, കണക്കാക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിഭാഗങ്ങൾക്കോ ഘടകങ്ങൾക്കോ ഒന്നും തന്നെ സ്ഥാനമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടയിടണം, അത് ഒരു തരത്തിലും അംഗീകരിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള തരത്തിൽ അഭിഷേക് ബാനർജി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലോക്സഭാ സ്പീക്കർക്ക് ഈ കത്ത് എഴുതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ എംപിമാർ ഇദ്ദേഹത്തെ ലോക്സഭാ സ്പീക്കറെ കാണാൻ എത്തുമെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുമെന്നും വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അറിഞ്ഞു. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മമതാ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.